ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു എള്ള് വിളയിച്ചത് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: എള്ള്, അത് കഴുകി വൃത്തിയാക്കി തോർത്തി വെച്ചിരിക്കുകയാണ്. ഇച്ചിരി ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, കുറച്ച് പൊട്ടുകടല, കുരു കളഞ്ഞ് 5-6 ഈന്തപ്പഴം, പഞ്ചസാര, ഒരു നുള്ളുപ്പ്, ഇച്ചിരി ഏലക്ക, ആവശ്യത്തിന് നെയ്യ്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ എള്ളെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. എള്ള് പൊട്ടുന്നിടം വരെ നമുക്ക് വാർത്തെടുക്കാം. വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. എള്ളെല്ലാം വറുത്ത് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി തേങ്ങയൊന്ന് വറുത്തുകൊണ്ട് വരാം. നമുക്ക് തേങ്ങ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം, ചുമന്ന പരുവാകുന്നിടം വരെ. തേങ്ങയെല്ലാം നല്ല ബ്രൗൺ നിറമായി. നമുക്കിനി അതൊന്ന് മാറ്റാം. എള്ളിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങ വറുത്തതെല്ലാം ഇടാം. ശേഷം നമുക്ക് പൊട്ടുകടലയൊന്ന് വറുത്തെടുക്കാം. കടലയെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ശർക്കരയെല്ലാം ഉരുക്കി അതിന് നൂല് പരുവത്തിലാക്കി, കയ്യാൽ ഇങ്ങനെ ഒട്ടിയാൽ ഇങ്ങനെ നൂല് പോലെ ആകുന്ന പരുവത്തിലാക്കി എടുക്കാം. ഒരു ശകലം നെയ്യ് നമുക്കിതിനകത്ത് ചേർക്കാം. ഒരു സ്വല്പം പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ഇച്ചിരി ഏലക്കപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് നമ്മുടെ പൊട്ടുകടല നമുക്ക് വറുത്ത് പൊടിച്ച് ചേർക്കാം. ഈന്തപ്പഴം നമുക്ക് നല്ലതായിട്ടേ ഒന്ന് ചെറുതായിട്ട് കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ചേർക്കാം. ഈ കൂട്ടെല്ലാം കൂടെ നമുക്ക് ഈ ശർക്കര പാനിക്കകത്തോട്ട് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ചൂടാറിയ ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ എള്ള് വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.